ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോഴത്തേക്കും കുറേ നാളത്തേക്ക് ശേഷം ഞാൻ എടുക്കുന്നതാണ്. ഇപ്പം ഞാൻ വീട്ടിലാണ്, കാരണം ഹോസ്റ്റലിൽ ഇനി പോകേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് ലീവാണ് തൊട്ട്. അപ്പോൾ 2 ദിവസത്തെ ക്ലാസ് ഉണ്ട്, ഞാൻ വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് ഞാൻ വീട്ടിൽ ഇരുന്ന് നന്നായിട്ട് ഫുഡെല്ലാം കഴിക്കാമെന്ന് വെച്ചു. അപ്പം ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോഴത്തേക്കും എനിക്ക് നല്ല ബോറ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂഡും ഇല്ല. അപ്പോൾ വിചാരിച്ചു ഉച്ചത്തെ ഫുഡ് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യാന്ന്. വേറൊന്നുമല്ല, ഞാനിവിടെ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡൊന്നും ആരും കഴിക്കാറില്ല, ഞാൻ മാത്രമേ കഴിക്കാറുള്ളൂ. എനിക്ക് പക്ഷേ അതൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നും, ബട്ട് ഇവിടെ വീട്ടിലുള്ള ആരും അങ്ങനെ കഴിക്കാറില്ല. എനിക്ക് ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ചിക്കനാണ് ഇഷ്ടം ഗൈസ്. ഞാനപ്പം യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ആക്ച്വലി ഇന്നലെ രാത്രി ഞാൻ ഒരു വട്ടം ഉണ്ടാക്കി, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് ചിക്കനാണ് ഗൈസ്. ചിക്കനും നല്ല ചെമ്പാറിൻ്റെ ചോറും പിന്നെ തൈരും. എനിക്ക് ഇത്രയും മതി, എനിക്കിങ്ങനെ ഒരുപാട് കറികളൊന്നും ഇഷ്ടമല്ല. സവാളയും അത്രയേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ കാണിച്ചു തരാം ഗൈസ്. ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അഭിമാനവും ബഹുമാനവും ഒക്കെ തോന്നി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാണാൻ. ഇനി നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ എങ്ങനെയുണ്ടെന്ന്. എനിക്ക് ശരിക്കും ഇഷ്ടമായി ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധാരണ വിധത്തിൽ ഞാൻ ഉണ്ടാക്കിയത് ആരും കഴിക്കാത്തതാണ്, പക്ഷെ ഇപ്പം പപ്പ വന്നു, 2 കഷ്ണം എടുത്ത് കഴിച്ചു. അപ്പോൾ പപ്പയുടെ നമുക്ക് റിവ്യൂ ചോദിക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് ചിക്കൻ? അവന് ചിക്കൻ ഇഷ്ടപ്പെട്ടു ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഉണ്ടാക്കിയതായിട്ട് പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. മാത്രം കലയാക്കി. അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോഴത്തേക്ക് ഞാൻ പഴം വെച്ചിട്ടൊരു സാധനം ഉണ്ടാക്കി കഴിച്ചു ഗൈസ്. പഴം പൊടിച്ചിട്ടൊരു സാധനം. ഇത് ലാലേട്ടൻ്റെ റെസിപ്പിയാണ്, വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ഡിസേർട്ടും കൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ മീതി ഞാൻ ഐസ്ക്രീമും കൂടെ സെറ്റ് ചെയ്താൽ നമ്മുടെ ഡിസേർട്ട് റെഡിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.